എല്ലാവർക്കും നമ്മുടെ വേൾഡ് കപ്പ് ഫേവറേറ്റ്സിന്റെ മൂന്നാമത്തെ എഡിഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടീം എന്ന് പറയുന്നത് ഫേവറേറ്റ്സ് എന്ന വാക്കിന് ഏറ്റവും അനുയോജ്യമായ ഒരു ടീം. ഫ്രാൻസ് കഴിഞ്ഞ ലോകകപ്പിലെ ഫൈനലിസ്റ്റ്, ജയിച്ച ടീം. അങ്ങനെ ഒരുപാട് ഒരു സ്റ്റെബിലിറ്റിയും ഒരുപാട് സൂപ്പർ സ്റ്റാർസ് ഉള്ള ഒരു ടീമാണ്. കിലിയൻ എംബാപ്പെ, ബാലൻഡോർ വിന്നർ ഡെംബെലെ, ഒലീസെ, തൊട്ട് മിഡ്ഫീൽഡിൽ റാബിയോ, ഡുവേ, അങ്ങനെ ചുമേനി, സലീബ, അല്ലെങ്കിൽ ആസൻ ഫാൻസ് ഇപ്പൊ തെറിവിളിച്ചേനെ, സലീബ, അങ്ങനെ പല ക്ലബുകളിലെയും മുൻനിര താരങ്ങളാണ് ശരിക്കും ഫ്രാൻസിന്റെ ടീമിലുള്ളത്. കൂടാതെ ഏറ്റവും അക്കംപ്ലിഷ്ഡ് ആയ, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ഉള്ള വേൾഡ് കപ്പ് മാനേജർ ഡിഡിയർ ഡിഷാംസ്. പുള്ളിയുടെ അവസാനത്തെ വേൾഡ് കപ്പാണ്. അപ്പോ ഫ്രാൻസിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ആ ടോപ്പിക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫേവറേറ്റ്സ് അല്ലേ? ഫ്രാൻസിന് സെമിഫൈനൽ അല്ലെങ്കിൽ ഫൈനൽ എത്തിയില്ലെങ്കിൽ തന്നെ ഒരു നിരാശ എന്ന് വേണം പറയാം. എന്താണ് സ്വരൂപിന് തോന്നുന്നത്? തീർച്ചയായും സ്റ്റാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പി എസ് ജി ഇപ്പൊ UCL അടിച്ച പോലെ തന്നെയാണ്. അത്ര ടോപ്പിൽ നിൽക്കണ, ഇപ്പൊ സ്പെയിനിന് അങ്ങനെ ഒരു സ്പാൻ ഉണ്ടായിരുന്നു, ഇപ്പൊ ഫ്രാൻസിന് അതേ സ്പാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ടോപ്പിൽ നിൽക്കണേ. അവർ ഈ വർഷം വേൾഡ് കപ്പ് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി എങ്ങനെയാന്ന് അറിയില്ല, മെന്റാലിറ്റി എങ്ങനെയും പോവാന്ന് അറിയില്ല. കാൻറ്റയുടെ ലാസ്റ്റ് സീസൺ, കാൻറ്റയ്ക്ക് ഒരു ട്രോഫി വേൾഡ് കപ്പ് ഓൾറെഡി ഉണ്ട്, ബട്ട് ഇറങ്ങുമ്പോ തന്നെ ഒരെണ്ണം കൂടി അത് നല്ല ഒരു അടിപൊളിയാവും. അറ്റാക്കിംഗ് ഫുള്ളി ഒരുപാട് അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ഉണ്ട്, അവർക്ക് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. എങ്ങനെ ആരെ ഇറക്കി കഴിഞ്ഞാലും അവര് പെർഫോം ചെയ്യും. ഓബിൻ പറ, എന്താണ് വാട്ട് ഡു യു എക്സ്പെക്ട് ഫ്രം ഫ്രാൻസ്? കഴിഞ്ഞ വേൾഡ് കപ്പിൽ നിന്ന് ഈ വേൾഡ് കപ്പിലേക്ക് നോക്കുമ്പോ ഡു യു എക്സ്പെക്ട് എനി ചേഞ്ച്, അല്ലെങ്കിൽ ഡിഷാംസിന്റെ സ്ഥിരം ഡിഫെൻസീവ്ലി സോളിഡ് ആൻഡ് വി നിക്ക് ടു ഗോൾ ഓർ ടു ആ ഒരു ലെവലിലേക്ക്? നമ്മള് ഇപ്പം ഇന്നലെയും മെനയാന്നുമായിട്ട് സംസാരിച്ചവിടുന്ന് നമ്മളെപ്പോഴും ആദ്യം പറയുന്നത് കോച്ച്, ഒരു മാനേജർ, അവര് എന്താ പറയുക എല്ലാം സോളിഡ് ആക്കി വെച്ച് ഒരു ഗെയിം പ്ലാനോടെ വന്ന് ആ ഒരു എന്താ പറയാ സൂപ്പർ സ്റ്റാർസ് അല്ല, പക്ഷെ ഒരു ഗെയിം പ്ലാൻ ആണ് അവരുടെ എല്ലാം എന്ന് പറയുന്ന രണ്ട് ടീമായിരുന്നു ഇന്നലെയും മെനയാന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ കേസ് വരുമ്പോൾ, അതായത് ഫ്രാൻസിലേക്ക് വരുമ്പം അതിൽ സൂപ്പർ സ്റ്റാർസ് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ എല്ലാ എന്ന് പറയാനുള്ള ഒരു പ്ലെയർ ആ ടീമിലില്ല. അത് ബെഞ്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ സ്റ്റാർസ് മാത്രം ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ഒരു സ്ക്വാഡ്. എന്നെ സംബന്ധിച്ചോളം അവരെങ്ങനെ കളിച്ചാലും ഇറ്റ്സ് ബിലോ ദിയർ ടാലന്റ്. അവരുടെ ആ ഒരു സ്ക്വാഡിനോട് നീതി പുലർത്താത്ത കളികളാണ് ഡെഷാംസ് എല്ലാ സമയത്തും കളിച്ചിട്ടുള്ളത്. ഈ ഒരു സ്ക്വാഡ് വെച്ചിട്ട് ഡിഫൻസ് ഫസ്റ്റ് എന്നിട്ട് ഒന്നോ രണ്ടോ ഗോൾ അടിച്ച് ജയിച്ച ഈവൻ 2-0 ആയിട്ട് കളി ജയിച്ചാൽ പോലും അത് ഫ്രാൻസിനെ സംബന്ധിച്ചോളം ഒരു കുറവാണ്. അവരുടെ ഈ അറ്റാക്കിംഗ് നല്ല മൊത്തത്തില്, അതായത് ഗോൾ കീപ്പർ മുതൽ സ്ട്രൈക്കർ വരെയുള്ള ടാലന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കളിയിലും മിനിമം ഒരു 4, 5, 6 അടിച്ച് ജയിക്കണം, ഇൻക്ലൂഡിങ് നോക്കൌട്ട്സ്. സോ ഡെഷാംസ് ആണ് ഒരു തരത്തിൽ ഫ്രാൻസിനെ പുറകിലേക്ക് വലിക്കുന്നത്. അതും ഇതിപ്പം എന്താ പറയാ, ഒരു അടുപ്പിച്ച് 2 വേൾഡ് കപ്പ് ഫൈനലിലെത്തിയ ടീമിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും അവിടെ മാനേജർ ആണ് ഏറ്റവും വലിയ ഇഷ്യൂ ഇൻ ടേംസ് ഓഫ് നമ്മളെ ഒരു എക്സൈറ്റിംഗ് ഫുട്ബോൾ കാണുന്ന ഒരു സ്ക്വാഡ് അല്ലെങ്കിൽ ഒരു ടീം എന്ന നിലയിൽ നിന്ന് അവിടേക്ക് എത്തിക്കാത്തത് ഒരു മാനേജറുടെ കഴിവുകേടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, അങ്ങനെ നമുക്ക് സുദീപ് അങ്ങനെ പറയാൻ പറ്റുമോ? ഐ ഡോണ്ട് എഗ്രി വിത്ത് ദാറ്റ്. അതായത് ആസ് എ ന്യൂട്രൽ ഫാൻ നമുക്ക് ഡെംബെല്ലയും എംബാപ്പയും ഒലീസെ, ഡുവേ ഇവരൊക്കെ അറ്റാക്ക് ചെയ്ത് കളിക്കണമെന്നുണ്ട്. പക്ഷെ ഫ്രാൻസിന്റെ ഫാൻസിന് അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിന്
ഷുവർ ഷോട്ട് ആയിട്ട് ഒരു സേഫ് ആയിട്ട് ട്രോഫി ജയിപ്പിക്കാൻ പറ്റുന്ന മാനേജർ എന്ന രീതിയിൽ അല്ലേ ഡെഷാംസ് നിൽക്കുന്ന അവിടെ? ഡെഫിനറ്റ്ലി. അതായത് ഡിഫെൻസീവ്ലി സോളിഡ് ആയിട്ട് കളിച്ച് ഫ്രാൻസ് ഇതിനു മുമ്പ് വേൾഡ് കപ്പ് ജയിച്ചിട്ടുള്ളതാണ്. അതുപോലെ യൂറോയിലും അതുപോലെ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് അവർ ചാമ്പ്യൻസ് ആയി. മാത്രല്ല മൂന്നാമത്തെ തവണ വേൾഡ് കപ്പ് ഫൈനലിൽ എത്താൻ, അങ്ങനെ ഒരു ഫൈനലിൽ വരിക. അപ്പൊ അതൊരു സ്റ്റൈൽ ഓഫ് പ്ലേ വെച്ച് കളിച്ച് അതിൽ ട്രസ്റ്റ് ചെയ്ത് ആ മാനേജറുടെ ട്രസ്റ്റ് അനുസരിച്ച് കളിക്കുന്ന ഇതിലാണ്. മാത്രമല്ല ഇത്തവണ ഞാൻ വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു. ഞാൻ പല ഫ്രഞ്ച് ഫാൻസിന്റെ അടുത്തൊക്കെ ഇന്ററാക്ട് ചെയ്തപ്പോ അവര് റെഡിറ്റിലും ഒക്കെ നോക്കിയിരുന്നു. അപ്പൊ അവരൊക്കെ കാണുന്നത് കുറച്ചും കൂടി അറ്റാക്ക് ചെയ്ത് കളിക്കാനുള്ള ഒരു സാധ്യത, ആ ഒരു മെന്റാലിറ്റിയിലേക്ക് മാനേജർ ഡെസ്കാംസ് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് കണ്ടത്. അപ്പൊ ഈ അറ്റാക്കിംഗ് ഫ്ലെയർ, അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് വേൾഡ് കപ്പില് കോമ്പീറ്റ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് അറ്റാക്കിംഗ് ലൈനപ്പ് എന്ന് പറയാൻ ഫ്രാൻസിന്റെ ആണ്. അപ്പൊ അതെന്തായാലും യൂസ് ചെയ്യാനുള്ള ഒരു ശ്രമം ഡെസ്കാംസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് തോന്നുന്നത്. എന്ന് വെച്ച് ഈ നേരത്തെ പറഞ്ഞ പോലെ ഡിഫെൻസീവ്ലി സോളിഡ് ആയിട്ടുള്ള ഫുട്ബോൾ കളിച്ചു എന്നുള്ളത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. കാരണം അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള അറ്റാക്ക് അവർക്കുണ്ട്. അല്ല, ലോക ഫുട്ബോളിന്റെ പോക്ക് എന്ന് പറയുന്നത് എല്ലാം ഇപ്പൊ റിസൾട്ട്സ് ഓറിയന്റഡ് ആയി മാറിയിരിക്കുകയാണ്. എനിക്ക് ഓബിന്റെ പോയിന്റ് ഓഫ് വ്യൂ വിയോജിപ്പുണ്ടെങ്കിലും ഓബിന്റെ ഇന്റൻഷനോട് എനിക്ക് വിയോജിപ്പില്ല. കാരണം നമുക്ക് എല്ലാവർക്കും, നമ്മൾ ബ്രസീലിന്റെ പോഡ്കാസ്റ്റിൽ പറഞ്ഞു, ഇംഗ്ലണ്ടിന്റെ പോഡ്കാസ്റ്റ്, നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഈ ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ അല്ലെങ്കിൽ ഫ്ലയർ ഉള്ള ഫുട്ബോൾ കാണണമെന്നാണ്. പക്ഷെ ഇപ്പം ലോകത്ത് നിലവിലുള്ള മാനേജേഴ്സിലെ എല്ലാവരും ഒരു പ്രാഗ്മാറ്റിക് അപ്രോച്ച് എടുത്ത്, അതായത് അവസാനം ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവുക ഈ ട്രോഫിയാണ് അല്ലെങ്കിൽ എവിടെ വരെ എത്തി എന്നുള്ളതിലേക്കാണ് എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് എല്ലാ മാനേജർമാരും എത്തുന്നത്. അപ്പോ എന്തോ പറയണ്ട. അതിൽ ഞാൻ എല്ലാന്നും പറയുന്നില്ല. കാരണം നമ്മളിപ്പം എന്താ പറയാ, ആർസണലിന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ ടീംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് എങ്ങനെയെങ്കിലും കപ്പ് അടിക്കാം അല്ലെങ്കിൽ ആ ഒരു സ്പോട്ട് ലൈറ്റിലേക്ക് എത്താം എന്നുള്ളത്. ബട്ട് പലപ്പോഴും ഒരു ടീമിന് അവർക്ക് ഐദർ റിസൾട്ട് ഓർ എക്സൈറ്റിംഗ് ഗെയിംസ് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള ആ ടാലന്റ് ഇല്ല. ടാലന്റിൽ ഐ മീൻ ആ ഫ്ലെയർ കളിച്ച് ജയിക്കാനുള്ള കോൺഫിഡൻസ് ഉള്ള സ്ക്വാഡ് അവർക്കില്ല. പക്ഷെ ഫ്രാൻസിന് അത് ഉണ്ട്. അവിടെയാണ് ഡിഫറൻസ് എനിക്ക് തോന്നുന്നുള്ളത്. കാരണം ഫ്രാൻസ് ഏത് ടീമിനെ കൊണ്ട് കളിച്ചാലും, അവർക്ക് എങ്ങനത്തെ കോമ്പിനേഷൻ ഓഫ് 11 എടുത്ത് കളിച്ചാലും മുന്നിലുള്ള ടീമിനെ അവർക്ക് എൻറ്റയർലി 90 മിനിറ്റ്സ് ഡോമിനേറ്റ് ചെയ്യാനുള്ള സ്ക്വാഡ് അവർക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ക്വാഡിനെ വെച്ചിട്ട് എന്തിന് റിസർവ്ഡ് ഫുട്ബോൾ കളിക്കണം എന്നുള്ളതാണ് എനിക്കുള്ള ഒരു ഇഷ്യൂ, ഞാൻ ഫ്രാൻസിൽ കാണുന്ന ഒരു ഇഷ്യൂ. ബട്ട് എന്ത് പറഞ്ഞാലും ഫ്രാൻസ് ഫൈനൽ എത്തും. എത്ര മോശം കളിച്ചാലും അവർക്ക് തോൽക്കാൻ പറ്റൂല എന്നുള്ള സിറ്റുവേഷനിലാണ് അവരുള്ളത്. ഇപ്പോ ഫ്രാൻസിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീരീഡ് ഇപ്പൊ യങ്സ്റ്റേഴ്സ് വന്ന ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയണ പോലെ ഡിഫെൻസീവായിട്ട് കളിച്ച് കപ്പടിക്കേണ്ട ഒരു സിറ്റുവേഷൻ അപ്പൊ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറെ കാലമായിട്ട് കപ്പ് കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഡിഫെൻസീവായിട്ട് കളിച്ച് ആ അപ്രോച്ചില് മീൻസ് എന്റർടൈൻമെന്റ് ഫാക്ടറൊക്കെ മാറ്റി വെച്ചിട്ട് കപ്പിന് വേണ്ടി, എക്സാമ്പിൾ സ്പെയിനിന്റെ 2010 വേൾഡ് കപ്പ് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% പൊസഷൻ വെച്ച് ഒറ്റ ചാൻസിന്റെ ഒക്കെ ഗോൾ അടിക്കുന്ന അത് ഒരു വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ഓക്കെ. ബട്ട് അത് റീസെന്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണു എന്നുള്ളൊരു സമയത്ത് ഫ്രാൻസ് ഒരിക്കലും ഡിഫെൻസീവ് അപ്രോച്ച് ആയിട്ട് കാണരുത്, ഈ ഒരു ടൂർണമെന്റ് കാണരുത് എന്നാണ് എന്റെ ഒരു ഇത്. കാരണം ഡെഷാംസിന് ഒരു ലെഗസി ഉണ്ടാക്കണമെങ്കിൽ ഇപ്പം നമ്മൾ ഗ്രേറ്റ് ഫ്രഞ്ച് ടീം ദാറ്റ് വൺ ദ വേൾഡ് കപ്പ്, നമുക്കിപ്പം ഓർത്ത് വെക്കാൻ പറ്റുന്ന 2002 ബ്രസീലാണ്. ഫുട്ബോൾ കളിച്ച് ഒരു 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 മാർക്ക് ഉണ്ടാക്കിയത്. അതിനുശേഷം വന്ന 2006 ഇറ്റലി, 2010 സ്പെയിൻ, 2014 ജർമ്മനി, 2018 നമ്മുടെ ഫ്രാൻസ്, അർജന്റീന കളിച്ചു. യെസ്, ബട്ട് അഗെയിൻ നമുക്ക് അതൊരു മെസ്സിയുടെ വേൾഡ് കപ്പ് ആയിട്ട് കാണാൻ പറ്റും.
മെസ്സി ജയിച്ച വേൾഡ് കപ്പ് എന്ന രീതിയിലേ ഉള്ളൂ. അല്ലാണ്ട് കളിച്ച ഓർമ്മ വരുന്നത് എനിക്ക് എന്റെ പ്രായത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് 2002 ബ്രസീൽ മാത്രമാണ്. അത് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഓബിൻ പറഞ്ഞ പോലെ ഫ്രാൻസിനുണ്ട്. സുദീപ്, നമുക്ക് സ്ക്വാഡ് നോക്കാം. സുദീപിന്റെ റിമാർക്സ് നോക്കി. അതെ, സ്കോഡിലേക്ക് വരാം. നമുക്ക് ഇപ്പോ ഇതൊക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ അതിനുള്ള സ്കോഡ് ഉണ്ടോ എന്നുള്ളതാണല്ലോ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അത് ഡെഫിനറ്റ്ലി ഇപ്പോ ഫ്രാൻസിന്റെ സ്കോഡിനെ കുറിച്ച് ഫസ്റ്റ് ടീം സ്കോഡ്, അതുപോലെ തന്നെ ബാക്കപ്പ് ആയിട്ട് വേറെ സ്കോഡ് ഉണ്ടാക്കാം. ആ സ്കോഡിനെ വേൾഡ് കപ്പ് ജയിക്കാൻ പറ്റും എന്നുള്ള ചർച്ചകളൊക്കെയാണ് പുറത്ത് നടക്കുന്നത്. അപ്പൊ എന്തായാലും സ്കോഡ് നമുക്ക് ഗോൾ കീപ്പേഴ്സ് ആയിട്ട് മൈഗ്നൻ എസി മിലാന്റെ പ്ലെയർ ഓഫ് കോഴ്സ്, റോബിൻ റിസർ, പിന്നെ ബ്രൈസ് സാംബ, ഇവര് 3 പേരാണ് ഗോൾ കീപ്പേഴ്സ് ആയിട്ടുള്ളത്. നോട്ട് വേൾഡ് ക്ലാസ് എന്ന് പറയാനില്ല. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ പറഞ്ഞതിൽ ഗോൾ കീപ്പേഴ്സ് ഒരു പെനാൽറ്റികളിൽ പോയി കഴിഞ്ഞാൽ യു ഡോണ്ട് നോ അല്ലെ. മൈഗ്നൻ എനിക്ക് പേഴ്സണലി അതിനെ കുറിച്ച് അറിയില്ല. എസി മിലാന്റെ ഗെയിം കണ്ടവർക്ക് അല്ലെങ്കിൽ കമന്റ് ചെയ്യും മൈഗ്നാന്റെ പെനാൽറ്റീസ് എങ്ങനെയാണെന്നുള്ളത്. ഡിഫൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സുദീപ്, ഡിഫൻസ് ആണ് ചർച്ച ചെയ്യാനുള്ളത്. ഡെഫിനറ്റ്ലി ഡിഫൻസ് ആണ് ചർച്ച ചെയ്യാനുള്ളത്. മാത്രമല്ല നമ്മുടെ ലിവർപൂൾ പ്ലെയറും ഉണ്ട് ഡിഫൻസിൽ. അപ്പോ ഡിഫൻഡേഴ്സ് നോക്കാം. ജൂൺ 1 വരെ, അല്ലെ മീൻസ് ജൂൺ 31 വരെ നമ്മുടെ പ്ലെയർ, അതായത് 30 വരെ. ഓക്കെ, ഡിഫൻഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ലൂക്കസ് ഡയന്, മാലോ ഗുസ്റ്റോ, ലൂക്കസ് ഹെർണാണ്ടസ്, തിയോ ഹെർണാണ്ടസ്, അതുപോലെ ഇബ്രാഹിം കൊണാട്ടെ, ഓഫ് കോഴ്സ് യൂൾസ് കൗണ്ടെ, ലാക്രോയിക്സ്, പിന്നെ വില്യം സലീബ, ആഴ്സണലിന്റെ സ്റ്റാർ ഡിഫൻഡർ, പിന്നെ ഡയോറ്റ് ഉപ്പുമെക്കാനോ. അതാണ് ഡിഫൻസ്. കിടിലൻ ഡിഫൻസ് അല്ലേ. വേൾഡ് ക്ലാസ്. ഐ തിങ്ക് കൊണാട്ടെ ആരെ കളിപ്പിക്കും എന്നുള്ളതിലാണ് ഏറ്റവും വലിയ. സലീബ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ സലീബിന്റെ പാർട്ട്ണർ ആരാണ്? കൊണാട്ടെ വേണോ, ഉപ്പുമെക്കാനോ വേണോ, ജൂൾസ് കോണ്ടേനെ എന്താ പറയാ സെന്റർ ബാക്ക് ആക്കണോ, തിയോ ഹെർണാണ്ടസ്, ലൂക്ക ഹെർണാണ്ടസ്? അതായത് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ആരെ വെച്ചാലും എന്താ പറയാ അത് അവിടെ ജസ്റ്റിഫയബിൾ ആണ്. എടുക്കാത്തവർക്ക് സങ്കടം വരാം. ഇത്രയും കളിച്ചിട്ട് പോലും എനിക്ക് ടീമിൽ കയറാൻ പറ്റുന്നില്ല. ആരായിരിക്കും സ്വരൂപ നമ്മുടെ സെന്റർ ബാക്ക്? എന്റെ അഭിപ്രായത്തിൽ കൊണാട്ടെ, സലീബ. ഐ തിങ്ക് അതായിരിക്കും ഫസ്റ്റ് ചോയ്സ് എന്ന് തോന്നണം. കൊണാട്ടെ സലീബ തന്നെ ആവണം. ഓപ്ഷൻസ് ഉണ്ട്, ബട്ട് കൊണാട്ടെ സലീബ തന്നെ ആവും മോസ്റ്റ്ലി. സീസൺ നമ്മളെ പ്രീമിയർ ലീഗ് സീസൺ തുടങ്ങിയ സമയത്ത് നോക്കുകയാണെങ്കിൽ കൊണാട്ടയ്ക്ക് ചാൻസ് ഇല്ലായിരുന്നു. പക്ഷെ ദ വേ ഹി എൻഡഡ്, പിന്നെ നാഷണൽ ടീമിലേക്ക് കയറുമ്പോഴുള്ള ആ ഒരു എക്സ്ട്രാ മോട്ടിവേഷൻ. ക്യാപ്റ്റൻ അല്ലേ അവിടെ? എങ്ങനെ അവിടെ ക്യാപ്റ്റൻ ആയിട്ട്? അല്ലല്ലോ, കൊണാട്ട അല്ലല്ലോ. ക്യാപ്റ്റൻ നമ്മളെ വേൾഡ് ലീഡർ അല്ലേ? കൊണാട്ടെ ആയിരുന്നു ഞാൻ പറഞ്ഞു. അതായത് കൊണാട്ടെ ക്യാപ്റ്റൻ ചെയ്ത് ഫ്രാൻസിനെ. അതെ, ഫ്രാൻസ് ടീമിനെ ക്യാപ്റ്റൻ ചെയ്തിട്ടുണ്ട്, ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. അതല്ല എനിക്ക് തോന്നുന്നത് കൊണാട്ടെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. കാര്യം അതിന് വേറൊരു കേസും കൂടി ഉണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ റിയൽ മാഡ്രിഡിലേക്ക് പോവാണെന്ന്. എംബാപ്പയ്ക്ക് ഒരു വോയിസ് ഒക്കെ ഉണ്ടാവും അവിടെ. എംബാപ്പയാണല്ലോ കുറെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, റയൽ മാഡ്രിഡ് ആയാലും ഫ്രാൻസ് ടീമിലായാലും. അപ്പോ അതൊന്ന് രണ്ട് മറ്റേ ഉപ്പുമെക്കാനോ ഒക്കെ വലിയ പേരായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ വരുത്തുന്ന ഒരു ഡിഫൻഡറാണ്. അങ്ങനെ അതുകൊണ്ടാണ് ഈവൻ റയൽ മാഡ്രിഡ് അവര് ഉപ്പുമെക്കാനോ കുറെ ലിങ്ക്സ് ഒക്കെ വന്നിരുന്നു, പക്ഷെ വേണ്ടാന്ന് വെക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ പിന്നെ പക്ഷെ കുറച്ചുകൂടി ഡിസേബിൾ ആയിട്ട് അയാളാണ് ഡിസേർവ് ചെയ്യണത് ആക്ച്വലി. കൊണാട്ടേക്കാണ് മുമ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളത്. അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളത്. പക്ഷെ എനിക്ക് സസ്പെക്ട് ഈ പ്രശ്നം തോന്നുന്നത് റൈറ്റ് ബാക്ക് പൊസിഷനാണ്. ഇപ്പൊ ലെഫ്റ്റ് ബാക്കിലും ഓക്കെ, ലൂക്കസ് ഡയൻ ഉണ്ട്, തിയോ ഹെർണാണ്ടസ് ഉണ്ട്, അതുപോലെ മറ്റേ ലൂക്കസ് ഹെർണാണ്ടസ് ഉണ്ട്. പക്ഷെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ എന്താണ് അവസ്ഥ? ആരായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ്? കോണ്ടെ തന്നെയാവും. ഡെസാംസ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ഡിഫൻസീവ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ജൂൾസ് കോണ്ടെ തുടങ്ങുമായിരിക്കും. അവർക്ക് അറ്റാക്ക് ചെയ്യണം എന്ന് തോന്നുന്ന ഒരു കളി ഉണ്ടെങ്കിൽ മലോഗസ്റ്റോന് സ്റ്റാർട്ടും ചെയ്യാൻ പറ്റും. രണ്ടാളും ഈക്വലി വെൽ പ്ലേസ്ഡ് ആണ് അവിടെ.
നമ്മള് ഇത് ചർച്ച ചെയ്തത് എന്താ പറയാ, റിച്ചസിന്റെ എന്താ പറയാ, അതാണ്. അതായത് ദേ ഹാവ് പ്ലേയേഴ്സ്, അതിൽ ആരായിരിക്കും മുകളിൽ താഴെ എന്നുള്ള ചർച്ചയുള്ളൂ. അല്ലാണ്ട് റൈറ്റ് ബാക്ക് ഇല്ലാത്തതോ ലെഫ്റ്റ് ബാക്ക് ഇല്ലാത്ത അവസ്ഥയല്ല. അതിൽ നിന്ന് ആരെടുക്കും എന്നുള്ള ചോദ്യമാണ്. ഐ തിങ്ക് ഡിഫെൻസീവ്ലി ദേ ആർ എക്സ്ട്രീംലി ഗുഡ്. അത് എനിക്ക് സ്വരൂപിനോട് ചോദിക്കാനുള്ളത്, ഓബിനോട് ചോദിക്കാനുള്ളതാണ്. അതായത് നമ്മൾ ഇത്രത്തോളം ഡിഫെൻസീവ്ലി ബെറ്റർ പ്ലെയേഴ്സ് ഉണ്ടെങ്കിലും ഐ തിങ്ക് അവര് കളിക്കുന്ന സ്റ്റൈല് വെച്ചിട്ട് ഈ ഡിഫൻസിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കളിയിൽ ഉണ്ടാവില്ല. കാരണം വളരെ ടൈറ്റും കോമ്പാക്റ്റും ആയ ഡിഫെൻസീവ് സ്ട്രക്ചർ ആയിരിക്കും. അത് അവരെ മിഡ്ഫീൽഡ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. മിഡ്ഫീൽഡും കൂടി നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഡിഫെൻസീവ് സ്ട്രക്ചറിനെ കുറിച്ച് സംസാരിക്കാം അല്ലെ? അതെ അതെ, മിഡ്ഫീൽഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എൻഗോളോ കാൻഡെ, പിന്നെ മനു കോണെ, അത് പിന്നെ അഡ്രിയൻ റാബിയറ്റ് ഫേവറേറ്റ് പ്ലെയർ ആണ് ഡെസ്കാംബസിന്റെ, പിന്നെ ചൗമേനി, സൈർ എമറി, ഇതാണ് മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് ഉള്ളത്. ഇവിടെ അതാണ് ഞാൻ നേരത്തെ ചോദിക്കാൻ വന്ന ചോദ്യം. സൈർ എമറി അല്ലാതെ ബാക്കി എല്ലാവരും പ്രഥമ ദൃഷ്ടിയാൽ അല്ലെങ്കിൽ അവരുടെ മെയിൻ ഡ്യൂട്ടി ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സ് ആണ്. അവിടെ നിന്ന് ഒരു ക്രിയേറ്റീവോ അല്ലെങ്കിൽ അവിടുന്ന് ഒന്നും ഒരു അവർക്ക് ഒഫെൻസീവ് ആയിട്ട് അവര് പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഫുൾ ബാക്ക് ഇഷ്യൂ ആണെങ്കിലും ഇപ്പൊ ഉപ്പമേക്കാനോ ആര് കളിച്ചാലും ഈ ഒരു ഷീൽഡ് ഫ്രണ്ടിലുള്ളത് കൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ദേ വിൽ ഹാവ് പ്രോബ്ലം. എന്താണ് സ്വരൂപ് എന്താ പറയുന്നത്? അത് ഈ പറഞ്ഞ മിഡ്ഫീൽഡേഴ്സ് എല്ലാരും കളിക്കാൻ പോണ പ്ലേയേഴ്സ് തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആ മിഡ്ഫീൽഡ് എപ്പോഴും ഫിൽഡ് ആവും, കമ്പോസ്ഡ് ആവും. ആ സമയത്ത് ഓപ്പോസിഷൻ ടീമിന് മിഡ്ഫീൽഡ് വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ആ മിഡ് റേഞ്ച് കൂടെ കയറി പോകാനൊന്നും നടക്കുന്ന കേസല്ല. അത് ടൈറ്റ്ലി പാക്ഡ് ആവും. ടാലന്റ് കൂടാണ്ട്, ഓൺ ദ ഫീൽഡ് ടാലന്റ് കൂടാണ്ട് ഇപ്പം ചുമേനി ഓഫ് ദ ഫീൽഡ് ടാലന്റ് ആയ എന്താ പറയാ ബോക്സിംഗ് വരെ പഠിച്ച് വന്ന സമയമാണ്. അതുകൊണ്ട് ആരും അടുക്കാനുള്ള ചാൻസ് കുറവാണ്. അടിച്ചോന്നായിരിക്കും. ഉറുഗൊക്കെ കേറി വന്നു കഴിഞ്ഞാൽ കാണാം. അല്ല സീരിയസ് ശരിക്കും ഈ സുദീപിനും വേണമെങ്കിൽ കൂടാം അല്ലെ? എന്താണ് ഈ ഇത്രയും ഒന്ന് നമ്മള് ഈ പ്രീമിയർ ലീഗ് ടീംസും എല്ലാരും തപ്പുന്ന DMകൾ എല്ലാം ഇവിടെ ഉണ്ട്. മനു കോണയുണ്ട്. DM മാത്രമല്ല, അതായത് നമ്മൾ കാണുന്ന ഡിസ്ട്രോയേഴ്സ് അല്ല, അവർക്ക് ബോൾ വെച്ച് പാസിംഗും ഉണ്ട്, അവർക്ക് എന്താ ക്രിയേറ്റീവ് അല്ല റണ്ണിങ്ങും ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ഇല്ലാത്തത് എനിക്ക് തോന്നുന്നത് ആ ഒരു ത്രൂ ബോൾ ഇടാനോ അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റീവ് സ്പാർക്കിൽ ഒരു കുറവ് ഫീൽ ചെയ്യുന്നു. അതിന്റെ ഒരു റീസണും കൂടി ഇതായിരിക്കാം. കാരണം ഡെഷാംസ് എന്തായാലും വിചാരിക്കുന്നുണ്ടോ ഫ്രണ്ട് ഫോറിനെ അഴിച്ചു വിടുകയെന്ന്. നിങ്ങൾ ബാക്ക് വരണ്ട, നിങ്ങൾ നിങ്ങളെ ഭാഗമായിട്ട് നോക്കിക്കോ, ഞങ്ങൾ ബാക്കിയുള്ള ആറാള് ബാക്കിൽ നോക്കിക്കോളൂ. ആ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അങ്ങനെ എല്ലാ എങ്ങനെ വരൂല്ല. എനിക്ക് തോന്നുന്നു മിഡ്ഫീൽഡേഴ്സിൽ ഈ പറഞ്ഞ ഇവരുടെ ഡ്യൂട്ടി മെയിനായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നവര് സെന്റർ ബാക്സിനെ ഡിഫൻസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഇവരുടെ പണി. അപ്പൊ എനിക്ക് പിന്നെയും എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്നത് മനു കോണയ്ക്ക് ഒരു റൺ ഓഫ് ഗെയിംസ് കിട്ടുകയാണെങ്കിൽ ആള് കിഡിലൻ മിഡ്ഫീൽഡറാണ്. പലർക്കും അറിയുണ്ടാവില്ല, റോമയിൽ കളിക്കുന്ന പ്ലെയർ ആണ്. ഫ്രഞ്ച് ഫാൻസ് ഒക്കെ ആണെങ്കിൽ ആളെ സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്തോളൂ. മനു കോണെ നെക്സ്റ്റ് ഒരു ബിഗ് അതെ, ലിവർപൂൾ ലിങ്ക്സ് കുറെ ഉണ്ട് ആൾക്ക്. പിന്നെ മാത്രമല്ല വേറൊരു കാര്യം, ഈ ഞാൻ റീഡിംഗ് ഫോറംസ് ഇങ്ങനെ നോക്കുന്നതിന്റെ കണ്ടത്, അവർക്ക് ഇപ്പോഴും ആ റൈറ്റ് ബാക്ക് പൊസിഷൻ ആർക്കും അങ്ങോട്ട് തൃപ്തിയായിട്ടില്ല. അവര് പറയണത് ഈ സൈർ എമറി മിഡ്ഫീൽഡില് ലിസ്റ്റ് ചെയ്തിട്ടില്ല, മിഡ്ഫീൽഡിൽ കളിക്കാൻ തീരുമാനിച്ചിട്ടുള്ള സൈർ എമറി PSG വേണ്ടി റൈറ്റ് ബാക്ക് പൊസിഷനിൽ നല്ല കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ കണ്ടിരുന്നതാണ്. പല മാച്ചിലും ആള് റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഈ ഇപ്പൊ സെലക്ട് ചെയ്തേക്കുന്ന പ്ലേയേഴ്സിനേക്കാളും ഒക്കെ പുള്ളി കുറച്ചുകൂടി നന്നായിട്ട് ആയിരിക്കും അവിടെ കളിക്കുക എന്നുള്ളത്. പക്ഷെ അപ്പൊ മിഡ്ഫീൽഡില് ഗ്യാപ്പ് വരും, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഈ എന്തായാലും മിഡ്ഫീൽഡേഴ്സ് മിഡ്ഫീൽഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അല്ലല്ല, ബെഞ്ച് പ്ലെയർ ആണ്. ഡെഫിനറ്റ്ലി ബെഞ്ച്.
ചാൻസ് ഉണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സെലക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ 3 ലെഫ്റ്റ് ബാക്സ് തന്നെ എടുത്തേക്കണേ. അതേപോലെ 2 ലെഫ്റ്റ് ബാക്കിനെ റൈറ്റ് ബാക്കിനെ കാണുന്നുള്ളൂ. മിഡ്ഫീൽഡിലാണെങ്കിൽ 2 പൊസിഷന് 5 പ്ലേയേഴ്സിനെ എടുത്തിട്ടുണ്ട്, ഒരെണ്ണം എക്സ്ട്രാ. മേ ബി ഇവനെ റൈറ്റിലേക്ക് ആവും കൺസിഡർ ചെയ്തിട്ടുണ്ടാവുക. ഇൻട്രസ്റ്റിംഗ് ആണ് അത്. He has a better chance of playing as a right back than in midfield. കാരണം മിഡ്ഫീൽഡിൽ എന്തായാലും സ്ഥലമില്ല. അതായിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നത്. അല്ല, PSG ഗെയിം വെച്ചിട്ട് നമ്മൾ ആക്ച്വലി പൊസിഷൻസ് വിലയിരുത്തുന്നതിൽ അർത്ഥമുണ്ടോ എന്നുള്ളതും കൂടി നോക്കണം. കഴിഞ്ഞ 2 വർഷമായിട്ട് ആരെവിടെ കളിക്കുന്നു എന്ന് പേപ്പറിലല്ലാണ്ട് പിച്ചിൽ മനസ്സിലാവുന്നില്ല. ആ ഒരു ചോദ്യമാണ് ഒരാൾക്ക് പോസ്റ്റ് ഉണ്ട്. അതെ, ഫോർവേഡ്സിന്റെ കാര്യം പറയാം. ഫോർവേഡ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് പറഞ്ഞു ഏറ്റവും ബെസ്റ്റ് ഫോർവേഡ് ലൈൻ ആണ്. അതിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിനെ കൂടി ചേർത്തിട്ടാണ് പറയണത് ഫോർവേഡ് എന്നുള്ളത്. അതില് ബാർക്കോള, റയാൻ ചെർക്കി, പിന്നെ ഡെംബലെ, എല്ലാവർക്കും അറിയാം ഡെംബലെ, പിന്നെ ഡിസയർ ഡൂവേ പലർക്കും അറിയണ്ടാവില്ല, വളർന്നു വരുന്ന നെക്സ്റ്റ് വേൾഡ് കപ്പിലെ താരമായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ മെറ്റേറ്റ, ഓഫ്കോഴ്സ് ക്രിസ്റ്റൽ പാലസിലെ മെറ്റേറ്റ, മൈക്കിൾ ഒലീസെ ബയൺ മ്യൂണിക്കിലെ, അയാളായിരിക്കും മിക്കവാറും ടൂർണമെന്റിലെ മെയിൻ പ്ലെയർ ചാൻസ്. പിന്നെ മാർക്കസ് തുറാം ഇന്റർ മിലാനിലെ, പിന്നെ ഓഫ് കോഴ്സ് കൈലിയൻ എംബാപ്പെ, പിന്നെ മാഗ്നസ് അക്ലിയോച്ചെ. ഇതാണ് ഫോർവേഡ്സ് ആയിട്ട് നമ്മുടെ സ്ക്വാഡിൽ ലിസ്റ്റ് ആയിരിക്കുന്നത്. കിഡിലൻ ഫോർവേഡ് നിരയാണ്. ഡിഫൻസ് പറഞ്ഞ പോലെ തുറാം ആയിരിക്കും നമ്പർ 9 കളിക്കാൻ പോകുന്നത്. തുറാം ഒരു ഫോക്കൽ പോയിന്റ് ആയിട്ട്. എംബാപ്പെ നമ്പർ 9 കളിക്കാൻ സാധ്യത കുറവാണ്. എംബാപ്പെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. പിന്നെ ഒലീസെ റൈറ്റില്. എന്താ അല്ല പറഞ്ഞോ സുരു പറഞ്ഞോ. എന്റെ ഇതില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ അവരുടെ ഇന്റർനാഷണൽ മാച്ചസ് ഇല്ലേ, റീസെന്റ് ഇന്റർനാഷണൽ ഫ്രണ്ട്ലീസോ മീൻസ് അതിനു മുമ്പ് ഉണ്ടായിരുന്ന ക്വാളിഫയർ റൗണ്ടിലൊക്കെ എംബാപ്പെ തന്നെയാണ് അവര് സ്ട്രൈക്കറായിട്ട് കളിപ്പിച്ചേർന്നത്. പിന്നെ റൈറ്റില് ഡെംബലെയാണ് കളിപ്പിച്ചേർന്നത്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഒലീസെ തന്നെയാണ് ചാൻസ്. പിന്നെ ഡോവും ലെഫ്റ്റ് വിങ്. അതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. മീൻസ് ഇതേവരെ സെലക്ട് ചെയ്തേക്കുന്ന ഒരു പാറ്റേൺ വെച്ചിട്ട് ആ രീതിയിൽ ബാർക്കോലയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് കിട്ടില്ല. ബട്ട് PSG കളിക്കുന്ന പോലെ തന്നെ ഡോ കയറി ബാർക്കോള വരിക, അത് തന്നെ അതേപോലെ തന്നെ ആവും ഏകദേശം. പിന്നെ ചെറുക്കി ഉണ്ട്. എംബാപ്പെ, ഡെംബെലെ, ഒലീസെ, ചെർക്കി, ഡൂവെ, ബാർക്കോള, തുറാം, മറ്റേറ്റ. എന്റെ പോലും എന്താല്ലേ ശരിക്കും. ഇതിൽ ആരെടുത്താലും ഏത് ടീമിൽ വേണമെങ്കിലും പോയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതെ, ടീം ഏതാന്ന് പോലും നോക്കണ്ട, ഏതെങ്കിലും ഒരാളെ പിക്ക് ചെയ്യുക, ഏതൊരു റാൻഡംലി ഒരു കൺട്രീന്റെ പേര് പറയാം, ആ ടീമിൽ പോലും സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും എംബാപ്പെ ഡെംബെലെ കളിപ്പിച്ചേ പറ്റൂ, ഒലീസിനെ കളിപ്പിച്ചേ പറ്റൂ. പിന്നെയുള്ള ഒരു പൊസിഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെംബെലെ ഇപ്പം എന്താ പറയാ, കറന്റ് ബാലൻ ഡോർ വിന്നർ റൈറ്റ്. ഡെംബെലേക്ക് പറയുന്നുണ്ട് ഒരു ഫൺ ഫാക്ട് ഉണ്ട് ഇതില്. ഡെംബെലെ 11-12 വേൾഡ് കപ്പ് മാച്ചസ് കളിച്ചു, വേൾഡ് കപ്പ് ഫൈനൽസ്. ഒരു ഗോൾ അടിച്ചിട്ടില്ല ഇതുവരെ. 2 വേൾഡ് കപ്പ് കളിച്ച് ഒരു ഗോൾ ഇതുവരെ അടിച്ചിട്ടില്ല. വേറൊരു കഥയും കൂടി ഉണ്ട് ഡെംബെലയുടെ. കഴിഞ്ഞ വേൾഡ് കപ്പില് ഇതുപോലെ 45 മിനിറ്റ്സ് കളിപ്പിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങനെ പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്, മോശമായിട്ട് കളിച്ചിട്ട് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ബാലൻഡോർ ഒക്കെ ജയിക്കുന്നത്. അപ്പൊ അതൊരു വലിയ തിരിച്ചുവരവായിരുന്നു. ആ ഒരു വലിയ കരിയറിലെ വലിയ ഡൗണിൽ നിന്ന് വലിയ തിരിച്ചുവരവായിരുന്നു ഡെംബെലെ. പിന്നെ ഇവരുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ നമ്മൾ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല, ഫ്ലൂയിഡ് ആയിരിക്കും. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും കളിക്കും. ഇതില് ഡെംബെലേക്ക് UCL ഫൈനലില് ഒരു ചെറിയൊരു നിഗ്ലറ്റ് ഉണ്ടായിട്ടില്ലേ? എനിക്ക് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ബാർക്കോള സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഡെംബെലേക്ക് പകരം. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒരു മാച്ചിലെങ്കിലും ബാർക്കോളയ്ക്ക് ചാൻസ് കിട്ടാൻ ഇടയുണ്ട്. ഫ്രാൻസിനെ സംബന്ധിച്ചോളം ഫസ്റ്റ് മാച്ച് ആണ് അവരുടെ ടഫസ്റ്റ് മാച്ച്. ബാക്കി 2 എന്തായാലും ജയിക്കും. ഐ മീൻ എല്ലാം ജയിക്കും. അല്ല, ഇവിടെ ഞാൻ ആലോചിക്കുന്നത് ഡെംബെലിനെ സംബന്ധിച്ചിടത്തോളം ഐ തിങ്ക് ഈ 2 ഡെംബെലിക്കും എംബാപ്പയുടെയും വേൾഡ് കപ്പ് ആണ് ശരിക്കും അല്ലെ അവരുടെ പ്രൈമാണ്. എംബാപ്പെ ജയിച്ചു,
എന്നാലും എനിക്ക് തോന്നുന്നു ഡെംബെല്ലെ ഇതുവരെ നമ്മൾ ഓപ്പൻ പറഞ്ഞ പോലെ he has not been able to make a mark. അപ്പോ എനിക്ക് ഞാനിത് അങ്ങനെ സ്റ്റട്ടർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആര് എവിടെ കളിക്കുന്ന ഇങ്ങനെ ആലോചിക്കുക. അതായത് ഡെംബെല്ലെ could also play number 9. കാരണം ഞാൻ എംബാപ്പയുടെ ഇന്റർവ്യൂസ് കാണുമ്പോൾ എംബാപ്പയ്ക്ക് 9 കളിക്കുന്നത് ഇഷ്ടമല്ല. എംബാപ്പയ്ക്ക് ആ ഒരു റൺ കിട്ടാനും ആ ഒരു അങ്ങനത്തെ ഒരു പൊസിഷനാണ് അവന് ഇഷ്ടം. അപ്പൊ പുള്ളിയുടെ കാര്യം നോക്കുന്ന ഒരു പ്ലെയർ ആണ്. അപ്പോ എനിക്ക് എന്റെ ഒരു ഇത് പ്രകാരം എംബാപ്പെ വൈഡ് കളിച്ചിട്ട് ഡെംബെല്ലെ ഓർ സമ്മൺ എൽസ് തുറാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നണേ. തുറാമിലും കൂടുതൽ എനിക്ക് തുറാം എന്താ പറയാ ക്വാളിറ്റി വൈസ് കളിക്കാനുള്ളതാണ്. ബട്ട് ചാൻസ് കുറവാണെന്ന് പറയാൻ കാരണം ഇവന് ഓടണം എന്നുണ്ടെങ്കിൽ അവിടെ ഗ്യാപ്പ് ഉണ്ടാക്കണം. അപ്പം അവിടെ കളിക്കുന്ന ആള് ബാക്കോട്ടോ സൈഡിലേക്കോ പോവാൻ പറ്റുന്ന PSG ലെവൽ ഫ്ലൂയിഡിറ്റി കളിക്കാൻ പറ്റുന്ന ആരെങ്കിലും ആവണം. അങ്ങനെ നോക്കുമ്പോ തന്നെ PSG 3 പ്ലെയർ അവിടെ ഉണ്ട്. അതിലൊരു കാര്യം കൂടി ആഡ് ചെയ്യാണ്ട്, മിഡ്ഫീൽഡിൽ നിന്ന് ത്രൂ ബോൾ വരുന്ന പ്രതീക്ഷിക്കണ്ടല്ലോ. അപ്പൊ പിന്നെ ഈ കട്ടിങ് റൺ മേക്ക് ചെയ്തിട്ട് എന്ത് കാര്യം ഇല്ല. എന്തായിരിക്കും ഇത് ശരിക്കും ഡെഷാംസിന്റെ തലവേദനയാണ്. നമ്മളിത് സ്ക്വാഡ് അനലൈസ് ചെയ്യുമ്പോൾ ആര് കളിക്കും. കാരണം വീണ്ടും പറയുന്നത് റിച്ചസിന്റെ അതായത് ഓപ്ഷൻസിന്റെ ഏറുകളെയാണ് ആർക്ക് വേണം കളിക്കാൻ. അതായത് ഇതൊരു തമാശ. എക്കിറ്റിക്ക് ഇഞ്ചുറി ആയിട്ട് പോലും അവർക്ക് ബാധിച്ചിട്ടില്ല. അവർക്ക് ഇതിനകത്ത് എക്കിറ്റിക്ക് കൂടി ഉണ്ടാവേണ്ടതാണ്. നമ്മൾ പറഞ്ഞ 9 എക്കിറ്റിക്ക് ആയനെ. എക്കിറ്റിക്കാണ് ക്വാളിഫയേഴ്സിലും ഫ്രണ്ട്ലീസിലും അവിടെ കളിച്ചത്. എക്കിറ്റിക്ക് എംബാപ്പെ കോമ്പിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ അതിന് പകരം മറ്റേറ്റയ്ക്ക് ചാൻസ് കിട്ടി. മറ്റേറ്റ ഫോർ വാട്ട് ഹി ഹസ് ഡൺ ഇൻ ഫുട്ബോൾ ലൈക്ക് വെരി നൈസ്. അവരെ ഒരു ഡിസേർവിംഗ് പ്ലെയർ ആണ്, പോയി കളിക്കട്ടെ. ഓക്കെ, ഇനി വാട്ട് വി ഹാവ് ടു ഡിസ്കസ് ഇസ് അവരുടെ റൂട്ടാണ്. ലൈക്ക് അവരുടെ ഗ്രൂപ്പ് ആദ്യം പറയാം. ഗ്രൂപ്പ് ഐ അല്ലേ? അല്ല, അതിലേക്ക് പോകുന്നതിന് മുമ്പേ ജസ്റ്റ് നമുക്ക് ഫ്രഞ്ച് ഫാൻസിന് വേണ്ടിട്ടേ അവർക്ക് ഈ പ്ലേയേഴ്സിന് എല്ലാവരും ചിലപ്പോ അറിഞ്ഞോണ്ടെന്നില്ല. ഇപ്പൊ എംബാപ്പെ എല്ലാവർക്കും അറിയണ്ടാവും, എല്ലാ ഫാൻസിനും അറിയണ്ടാവും. ഞാൻ വിചാരിച്ചു സ്വരൂപ് ഫ്രഞ്ചിൽ സംസാരിക്കാൻ പോവാൻ. ഓഫ് കോഴ്സ് ഡെംബെല്ലെ എല്ലാവർക്കും അറിയണ്ടാവും. ഡെംബെല്ലെ ബലൻഡോർ വിന്നറാണ്, അങ്ങനെയൊക്കെ എല്ലാവർക്കും അറിയണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നത് ബയൺ മ്യൂണിക്കിലെ പ്ലെയർ ആയിട്ടുള്ള മൈക്കിൾ ഒലീസെ ചിലപ്പോ എല്ലാ ഫാൻസിനും അറിയണമെന്നില്ല. ഫ്രഞ്ച് ഫാൻസിന് എല്ലാവർക്കും ഒലീസി ആയിരിക്കും. നിങ്ങൾ നോക്കിയോളൂ, നിങ്ങൾ ഫ്രാൻസിന്റെ മാച്ച് കാണുമ്പോൾ നോക്കിയോളൂ, ഒലീസിയാണ് നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ ഓഫ് വേൾഡ് ഫുട്ബോൾ. ആ ഏജ് ഗ്രൂപ്പാണ് 23-24 വയസ്സിന്റെ പ്രായത്തിലാണ്. ആ കളിക്കുന്ന പൊസിഷൻ ഏറ്റവും നല്ല അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് ആ പൊസിഷനാണ്. ഈ പറഞ്ഞ പോലെ എംബാപ്പെ സൈഡിലേക്ക് വലിഞ്ഞു പോകുമ്പോൾ ബോക്സിലേക്ക് ഓടിക്കേറി ഗോൾ അടിക്കാനൊക്കെ മൈക്കിൾ ഒലീസ അവിടെ ഉണ്ടാവും. മാത്രമല്ല സെറ്റ് പീസുകൾ എടുക്കുന്നതിലെ എക്സ്പെർട്ട് ആണ്. അപ്പോ മൈക്കിൾ ഒലീസ എന്ന് പറഞ്ഞ പ്ലെയറെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അതുപോലെ തന്നെ നോട്ട് ചെയ്യാനുള്ള മറ്റൊരു പ്ലെയർ ആണ് PSG-യിലെ ഡുവേ. കുറേ കൂടി യങ്ങറാണ്, അടുത്ത ഇതിലേക്ക് കയറി വരുന്നത്. നെക്സ്റ്റ് ഡെഫിനറ്റ്ലി ഡുവേ അടുത്ത സൂപ്പർ സ്റ്റാർ ആയിരിക്കും. അപ്പൊ ഇനി എംബാപ്പെ, ഡെംബെല്ലെ എന്നുള്ള പേരുകൾ മാത്രമല്ല, നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പേരുകൾ വേറെ. മൈക്കിൾ ഒലീസെ ഓഫ് കോഴ്സ് ആൻഡ് ഡുവേ എന്നുള്ള പേര് നിങ്ങൾ അവരുടെ വീഡിയോസ് ഒക്കെ എടുത്ത് കണ്ടു നോക്കിക്കോളൂ. നല്ല കിടിലം പ്ലേയേഴ്സ് ആണ്. ഒലീസെ പ്രീമിയർ ലീഗിൽ ഉണ്ടായിരുന്നപ്പോ തൊട്ട് സുദീപ് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ആട്ടി കൊണ്ടുവരുന്ന പ്ലെയർ ആയിരുന്നു. ഞാൻ വലിയ ഫാനാണ് ഒലീസയുടെ, വലിയ ഫാനാണ്. ഒരു ചെറിയ തിരുത്തുണ്ട്. എംബാപ്പെ പോകുന്ന സൈഡിൽ എന്താ ഒലീസ കയറി ഗോൾ അടിക്കുന്നു മാത്രം പറയരുത്. ഗോളിന്റെ മുറ്റത്ത് അവിടെ നിന്നിട്ട് എംബാപ്പയ്ക്ക് പാസ് എടുത്ത് എംബാപ്പെ വേണമെങ്കിൽ ഗോൾ അടിക്കും. അതിന്റെ അപ്പുറം വേണ്ട ടീമില്. ശരിക്കും അത് നല്ലൊരു പോയിന്റ് കേട്ടോ സുധി. തമാശയായിട്ട് ഓബൻ പറഞ്ഞതാണെങ്കിലും ഐ എഗ്രി വിത്ത് ഇറ്റ്. ഏറ്റവും വലിയ ചാലഞ്ച് അതായിരിക്കും എനിക്ക് ഡിഷാംസിന്. ഇവരെ എല്ലാവരും കൂടെ ഹാപ്പി ആക്കിയിട്ട് ഇത് കൊണ്ടുപോകുന്ന. കാരണം ഞാൻ പറയട്ടെ, ഇതിപ്പോ ഈ ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് വരും, അവർക്ക് ഇറാഖും ഈ നോർവേ ഒക്കെ വരുന്നുണ്ട്. എംബാപ്പെ കളിക്കും, ഇറാഖിന് കൂടെ ഹാട്രിക് ഗോൾഡൻ ബൂട്ട് കിട്ടും. ഗോൾഡൻ ബൂട്ട് വേണ്ടേ? ആദ്യത്തെ ഇപ്പം ഓൾ ടൈം ഫ്രഞ്ച് ഗോൾ സ്കോററില് ജെറൂഡാണ് ഫസ്റ്റ് ഉള്ളത്. എംബാപ്പെ 1 ഗോളോ 2 ഗോളോ ബാക്കിലെങ്ങാണ്. അത് കവർ ചെയ്യണം ആദ്യം. അത് ഗ്രൂപ്പ് സ്റ്റേജ് കിടക്കുന്നതിന് മുന്നേ അത് കവർ ചെയ്യണം. പിന്നെ എംബാപ്പെ വിൽ ഓൾസോ ഈ നമ്മുടെ റൊണാൾഡോന്റെ ക്ലോസയുടെ റെക്കോർഡൊക്കെ നോക്കി വെച്ചിട്ടുണ്ടാവും.
അത് ഈ വേൾഡ് കപ്പിൽ എന്തായാലും ഗോൾഡൻ ബൂട്ട് കിട്ടുകയാണെങ്കിൽ ആ റെക്കോർഡ് തകർക്കും. വേൾഡ് കപ്പിലെ ഹിസ്റ്ററിയിലെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച പ്ലെയർ ആയിട്ട് എംബാപ്പെ മാറാൻ പോകും. ഒരു ഫൈനലിൽ എത്തിക്കഴിഞ്ഞാൽ, ഫ്രാൻസ് ഫൈനലിൽ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പാ എംബാപ്പെ ആയിരിക്കും അതിലെ ടോപ്പ് സ്കോറർ വേൾഡ് കപ്പിൽ. ഹിസ്റ്ററി വേറെ ആരടിക്കൂല. വേണേ ഗോൾ ലൈനിൽ പോയിട്ട് ബാക്കോട്ട് പാസ് ചെയ്യും. നമ്മളത് റയൽ മാഡ്രിഡ് ഫാൻസിനും എംബാപ്പെ ഫാൻസിനും ശരിയല്ല. ശരിക്കും എംബാപ്പെ, ഹാലൻഡ്, ഇവരൊക്കെയാണ് ഈ വേൾഡ് കപ്പ്. മെസ്സി ഒബ്വിയസ്ലി, റൊണാൾഡോ യെസ്, ബട്ട് ഐ തിങ്ക് ഈ എന്റെ ആഗ്രഹം, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ എന്റെ ആഗ്രഹം ഇവരൊക്കെ ഒന്ന് തുറന്ന് വിട്ട് അഴിച്ചു വിട്ട് ഉള്ളൊരു ഒരു വേൾഡ് കപ്പ് ആവട്ടെ എന്നാണ്. കാരണം ലെറ്റ് ദ നെക്സ്റ്റ് ജനറേഷൻ, നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ബാരൻ ഫുട്ബോൾ റണ്ണിലെ കോച്ചുകളുടെ അമിതമായ കൺട്രോളും അതൊന്നും ഇല്ലാണ്ട് എംബാപ്പെ, ഫ്രീ ഫ്ലോയിങ് ഡെമ്പെല്ലെ, ഇതൊക്കെ കാണാൻ പറ്റുകയാണെങ്കിൽ ദിസ് വേൾഡ് കപ്പ് വിൽ ബി എ സക്സസ്. പക്ഷെ നോക്കാം, നമുക്ക് അവരെ ഗ്രൂപ്പ് നോക്കാം. അതെ, ഗ്രൂപ്പിന്റെ അതിലേക്ക് വരാം. അപ്പൊ ഫ്രാൻസിന്റെ ഗ്രൂപ്പില് ഉള്ളത് ഒരു കിടിലൻ, ഫ്രാൻസിന് പേടിയുള്ള ഒരു ടീം ഉണ്ട് അതില്, സെനഗൽ. ഫ്രാൻസിന്റെ ഗ്രൂപ്പിൽ സെനഗൽ ഉണ്ട്, പിന്നെ ഇറാഖ്, അതുപോലെ നോർവേ, ഹാലൻഡ് ടീം. അപ്പൊ സെനഗലിന്റെ നോക്കി കഴിഞ്ഞാൽ സെനഗലായിട്ട് ഇതിനു മുമ്പ് അവര് വേൾഡ് കപ്പില് തോറ്റിട്ടുള്ളതാ. 2002 ഫസ്റ്റ് ഗെയിം ഓഫ് ദി വേൾഡ് ഒരു റീമാച്ച് ആണ് വരണത്. അതായിരിക്കും അവര് ഫസ്റ്റ് മാച്ച്. അപ്പൊ അത് എന്തായാലും എക്സ്ട്രാ കോഷ്യസ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇറാഖാണ്, ഈസി ഗെയിം. ഒരെണ്ണം 16-ാം തീയതി, ഒരു 5 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് അടുത്ത കളിക്ക്, ഇറാഖ് ആയിട്ടുള്ള കളി. അതിലവര് പ്ലേയേഴ്സിനെയൊക്കെ റെസ്റ്റ് ചെയ്യിക്കും. എംബാപ്പെ ഒഴികെയുള്ള ബാക്കിയെല്ലാവരും റെസ്റ്റ് ചെയ്യിക്കുന്നു. എംബാപ്പെ ഗോൾ അടിച്ച് കൂട്ടുന്ന കളിയായിരിക്കും. അത് കഴിഞ്ഞ് 26-ാം തീയതി, 3 ദിവസം കഴിഞ്ഞ അടുത്ത കളിയായി. അപ്പൊ ആ റെസ്റ്റ് ചെയ്യിക്കണ കറക്റ്റ് ടൈമാണ് നോർവേ ആയിട്ടുള്ള കളി. നോർവേ പഴയ നോർവേ, ഹാലൻഡ് ഉണ്ട്, കിടിലൻ നോർവേ ആണ്. അപ്പോ ആ മാച്ചും ക്രൂഷ്യലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു 3 മാച്ചും ഫ്രാൻസ് ജയിക്കും. നോർവേ പഴയ നോർവേ അല്ല. കാരണം ഇപ്പോ പണ്ട് ഒരു പ്ലെയർ മാത്രം വെച്ചുള്ള ഒരു നോർവേ ആയിരുന്നു. ഇപ്പം ഹാലൻഡ് ഉണ്ട്, ഓസ്കാർ ബോബ് ഉണ്ട്, സോർലോത്ത് ഉണ്ട്, അവർക്ക് സാൻഡർ ബർഗർ ഉണ്ട്, ഒഡേഗാർഡ് ഉണ്ട്, സോ സ്ട്രാഡ് ലാർസൺ ഉണ്ട്. സോ ഞാൻ പറയുന്നത് ഈ വേൾഡ് കപ്പ് ഫേവറേറ്റ് ആണ് നോർവേ എന്നല്ല, പക്ഷെ ദേ ക്യാൻ ഗിവ് ഫ്രാൻസ് റൺ ഫോർ ദിയർ മണി. എന്തായാലും സെനഗൽ, ഒബ്വിയസ്ലി സെനഗൽ ഇസ് എ ടഫ് ഗെയിം ഫോർ ഫ്രാൻസ്. സെനഗൽ അല്ല ഇപ്പം മറ്റേ ആഫ്രിക്കൻ നേഷൻസ് ചാമ്പ്യൻസ്. അപ്പോ സോ മാനയുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആയിരിക്കും. അപ്പോ മാനയ്ക്കൊരു കപ്പ്, മോനെ മാനെ സലയ്ക്ക് മുമ്പ് വേൾഡ് കപ്പ് ഒക്കെ ജയിച്ച ആലോചിച്ച് നോക്കി. അപ്പോ സോ ടഫ് ഗ്രൂപ്പാണ്. പക്ഷെ ഐ തിങ്ക് ഫ്രാൻസ് വിൽ ഡെഫിനറ്റ്ലി, അത് എന്തായാലും അവര് ഗ്രൂപ്പ് ലീഡ് ചെയ്യും. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാ വരുന്നത്? ഫ്രാൻസ് ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബെസ്റ്റ് തേർഡ് പ്ലേസ് ടീംസ് ആയിട്ടാണ് കളി. അത് ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി, ഗ്രൂപ്പ് എഫ്, ഗ്രൂപ്പ് ജി, ഗ്രൂപ്പ് എച്ച്. അപ്പൊ അതില് നോക്കുമ്പോ ഒന്ന് ബ്രസീലിന്റെ ഗ്രൂപ്പാണ് ഗ്രൂപ്പ് സി. അതില് ബ്രസീൽ, മൊറോക്കോ, സ്കോട്ട്ലൻഡ്. ഇതില് സ്കോട്ട്ലൻഡ് ആയിരിക്കാം ചിലപ്പോ തേർഡ് വരിക. അപ്പൊ സ്കോട്ട്ലൻഡ് ആയിട്ട് വേണമെങ്കിൽ ചാൻസ് ഉണ്ട്. പിന്നെയുള്ള ഗ്രൂപ്പ് USA, ടർക്കി, ഓസ്ട്രേലിയ, പരാഗ്വേ. അത് ചിലപ്പോ ഒന്നെങ്കിൽ പരാഗ്വേ അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ഇത് രണ്ട് ഏതെങ്കിലും ആയിരിക്കും ബെസ്റ്റ് തേർഡ് പ്ലേസ് വരാൻ ചാൻസ്. പിന്നെ നെതർലാൻഡ്സ്. അല്ല, എനിക്ക് തോന്നുന്നത് ഫ്രാൻസിന്റെ റൂട്ട് ടു ദ ഫൈനൽ നോക്കുന്നത് നമ്മൾ ഓപ്പോസിറ്റ് ആയിരിക്കും. മറ്റു ടീമുകൾക്ക് ഫ്രാൻസ് വരുന്നത് ബുദ്ധിമുട്ടായ രീതിയിൽ കണ്ടു കഴിഞ്ഞാല് ടഫ് മാച്ച് പറഞ്ഞാൽ വരാൻ ചാൻസ് ഉള്ള അടുത്ത ഗ്രൂപ്പിലാണ് നെതർലാൻഡ്സ്, ജപ്പാൻ, സ്വീഡൻ, ടുണീഷ്യ. അപ്പൊ അതിൽ ചിലപ്പോ സ്വീഡൻ അല്ലെങ്കിൽ ജപ്പാൻ ഒക്കെ വരാം, അല്ലെങ്കിൽ ടുണീഷ്യ കട്ടക്കുള്ള ടീമാണ് വേറൊരു ആഫ്രിക്കൻ. പിന്നെയുള്ളത് കുഴപ്പമില്ല. അതെ, പിന്നെയുള്ള ടീം സ്പെയിൻ, ഉറുഗ്വേ, സൗദി, കേപ്പ് വേർഡ്. ഇതിലെ ബെസ്റ്റ് തേർഡ് പ്ലേസ്. അതില് സൗദിയൊക്കെ കഴിഞ്ഞ സൗദി അർജന്റീനയൊക്കെ തോൽപ്പിച്ചിട്ടുള്ളതാ സൗദിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഇതൊക്കെയാണ് എന്തായാലും ഈസി ഗെയിംസ് ആയിരിക്കും. ഫസ്റ്റ് ഗ്രൂപ്പ് ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഈസി ഗെയിംസ് ആയിരിക്കും. പറഞ്ഞോ, ഈസി ഗെയിംസ് ഉള്ളതല്ല. ഫ്രാൻസിന് ഉറുഗ്വേനെ കിട്ടുന്നു, വാൽവേർഡെ വരുന്നു, എന്നിട്ട് സ്വാറസ് ഇല്ലാത്തതുകൊണ്ട് ഡാർവിൻ ന്യൂനസ് വരുന്നു. ദേ അവനെ നോക്കി വെക്കുമെന്ന്. ഡാർവിൻ ന്യൂനസ് പോയി അടിക്കും. ഫ്രാൻസിന്റെ വേൾഡ് കപ്പ് ഡിസ്കഷനിൽ ശരിക്കും നമ്മള്
എൻഡ് ഓഫ് എൻ ഇറ എന്ന് വേണേൽ പറയാം. കാരണം ഡിഷാംസിന്റെ ഈ സ്റ്റൈൽ ഓഫ് ഫുട്ബോളും ഈ ഒരു എനിക്ക് തോന്നുന്നു അടുത്ത മാനേജർ സുദാനൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അവരുടെ. അപ്പോ എന്താണ് ഐ തിങ്ക് ഈ വേൾഡ് കപ്പിലൂടെ ജയിച്ചിട്ട് ഡിഷാംസിന് ഒരു ഫെയർവെൽ ആയിരിക്കും അവരുടെ ആഗ്രഹം. എന്തായാലും ഫ്രാൻസിന് എംബപ്പെ എനിക്ക് സ്വന്തമായിട്ട് കപ്പ് വേണമെന്ന് പറയുന്നു, ജയിക്കുന്നു. അല്ല വിരോധിയായിട്ടുണ്ട്. അല്ല വേറെ ഒരു കാര്യം കൂടി അടിയാം. അല്ല ഫ്രാൻസ് എങ്ങാനും എന്തെങ്കിലും ഇപ്പൊ സെനഗലിന്റെ അടുത്ത് തോറ്റ് എങ്ങാനും ഗ്രൂപ്പിൽ സെക്കൻഡ് ആയി കഴിഞ്ഞാലും അവരുടെ ഇത് വരിക ഗ്രൂപ്പ് ഇയിലെ റണ്ണറപ്പാണ്. ഗ്രൂപ്പ് ഇ എന്ന് പറഞ്ഞാൽ ജർമ്മനി, ഇക്വഡോർ, ഐവറി കോസ്റ്റ്, കുറസോ ആ ഗ്രൂപ്പാണ്. അപ്പൊ ഒന്നെങ്കിൽ ജർമ്മനി അല്ലെങ്കിൽ ഇക്വഡോർ ആയിട്ടാണ് മാച്ച് വരാൻ ചാൻസ്. എന്തായാലും ഫ്രാൻസിന്റെ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ എല്ലാവർക്കും അറിയാം. അതൊരു സർപ്രൈസിങ് ഒന്നും ഉണ്ടാവില്ല. ഈ ഡെഷാംസ് ഇത്തവണ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കുറച്ചും കൂടി അറ്റാക്കിംഗ് ആയി കളിച്ചാൽ ഓഡിയൻസിന് കൊള്ളാം. പക്ഷെ അങ്ങനത്തെ ഒരു താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹി വിൽ സ്റ്റിക്ക് 2-0 ഒക്കെ ജയിച്ച് നോക്കൌട്ട് ജയിച്ച് അങ്ങനെ പോകുന്നതായിരിക്കും. ഇത് എംബാപ്പയ്ക്ക് ഗോൾഡൻ ബൂട്ടും ഗോൾഡൻ ഇതും ബോളും കിട്ടാൻ സാധ്യതയുണ്ട്. ഡെംബെല്ലെ വിൽ ബി ഫൈറ്റിംഗ് ഫോർ ഇറ്റ്. എക്ലിയോച്ചെ നമ്മൾ അധികം പറഞ്ഞില്ല. എക്ലിയോച്ചെ ഈസ് ഓൾസോ വെരി വെരി ഗുഡ് പ്ലെയർ. ഹീൽ ഓൾസോ എത്രത്തോളം മിനിറ്റ്സ് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഹി വിൽ ഓൾസോ. എന്താണ് എക്സ്പെക്ടേഷൻ? ആരാണ് എനിബഡി ഹിയർ പ്രെഡിക്റ്റിംഗ് ഫ്രാൻസ് ടു വിൻ ദ വേൾഡ് കപ്പ്? ഇതുവരെ നമ്മുടെ പോഡ്കാസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞുള്ളൂ. പക്ഷെ ഡെഫിനറ്റ് ആയിട്ട് ഈ വേൾഡ് കപ്പ് ഫ്രാൻസ് ജയിക്കും എന്ന് അതിപ്പോ ഇല്ല എന്ന് പറയാൻ പറ്റൂ. അത് നോക്കൌട്ട് റൗണ്ടില് ഓപ്പോസിറ്റ് ഇപ്പൊ എക്സാമ്പിൾ സ്പെയിനോ പോർച്ചുഗലോ അങ്ങനെയുള്ള ടീംസ് വന്നാൽ മാത്രമേ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നേരെ ഫൈനലിൽ എത്തും. ഫൈനലിൽ ആരാ അത്ര ഓപ്പോസിറ്റ് അതനുസരിച്ചിട്ടിരിക്കും. ഒരു ആംഗിള് നമ്മൾ ചർച്ച ചെയ്യാൻ വിട്ടുപോയി. യൂറോപ്യൻ പ്ലേയേഴ്സ് ആണ്. US-ലാണ് വേൾഡ് കപ്പ്. ഒരു PSG-യിലെ മിക്ക പ്ലേയേഴ്സും ഈ സീസൺ അവസാനം വരെ കളിച്ചിട്ടുണ്ട്. അവരെ ലീഗും അവർ ഇത്തവണ ക്ലോസ് ആയിരുന്നു. ലോൺസ് അവസാനം വരെ അവരെ ഇതാക്കിയിട്ടുണ്ട്. എന്നാലും ഫെറ്റീഗ്, ഇഞ്ചുറീസ് കാരണം എംബാപ്പയ്ക്കും ഇഞ്ചുറി ഉണ്ടായിരുന്നു ഈ സീസൺ. ഡെംബെല്ലേക്ക് ലോങ് ടേം ഇഞ്ചുറി ഉണ്ടായിരുന്നു ഈ സീസൺ. സോ എനിക്ക് തോന്നുന്നു കൊണാട്ടെ നമുക്കറിയാം സ്ഥിരം ഇഞ്ചുറി പ്രോൺ ആണ്. കാൺടേക്ക് ഏകദേശം 37 എന്തോ വയസ്സായി. ചൂമേനി ഹാസ് ബീൻ ഇഞ്ചേർഡ് എ ലോട്ട് ഓൾസോ. അപ്പോ റാബിയോ ഇസ് നോട്ട് എന്താ പറയാ ഒരു നീഷ് പ്ലെയർ ആണ്. അപ്പം അവർക്ക് ഈ ഫിറ്റ്നസും ഇഞ്ചുറീസും അവരെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? എന്തെങ്കിലും ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് സൈഡ് ആലോചിക്കുന്നത് അവർക്ക് പരാജയം അല്ലെങ്കിൽ ഒരു വിചാരിച്ച പോലെ വേൾഡ് കപ്പ് പോവാതിരിക്കാൻ ഒരു കാരണം. നമ്മളിപ്പം എല്ലാ ടീമിനെ കുറിച്ച് പറയുമ്പോഴും സാധാരണ പറയുന്നതാണ് ഈ ഹീറ്റ്, എല്ലാവർക്കും ഓടാൻ പറ്റുമോ, ഹാഫ് ടൈം ആകുമ്പോഴേക്ക് അല്ലെങ്കിൽ 60 മിനിറ്റ്സ് ആകുമ്പോഴേക്ക് ഗ്യാസ് ഔട്ട് ആകുമോ എന്നുള്ളത്. ഇവർക്ക് 5 സബ് ചെയ്താലും അതേ ക്വാളിറ്റിയിൽ കളിക്കാൻ പറ്റും എന്നുള്ള ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആ ഒരു 50th to 60th മിനിറ്റ് അല്ലെങ്കിൽ 70th മിനിറ്റ് ഒരു ഫെറ്റീഗ് വന്ന് പക്ഷെ അടുത്ത സബ് എത്തിയിട്ടില്ല. ആ ഒരു ടൈം ഗ്യാപ്പ് മാത്രമാണ് ഇവരുടെ ഡിസഡ്വാൻറ്റേജ്. അത് വേണമെന്നുണ്ടെങ്കിൽ ഡെഷാംസിന് ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ 5 ഇറക്കി വിട്ടിട്ട് സെക്കൻഡ് ഹാഫ് 5 കളിപ്പിച്ചാല് തീർക്കാവുന്നതേ ഉള്ളൂ. എന്താണ് സുദീപിന് തോന്നുന്നത്? എന്തെങ്കിലും ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ എന്നാണ്. അതായത് ഇവരുടെ ഗോൾ കീപ്പറിന് ഇഞ്ചുറി ആയാൽ അത് ഒരു ഡ്രോപ്പ് ആണ്. കാരണം ഓൾറെഡി വേൾഡ് ക്ലാസ് നല്ലൊരു ഗോൾ കീപ്പറാണ്. ഐ എം നോട്ട് സേയിങ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് അല്ല എന്നുള്ളൂ, ബട്ട് ഈസ് എ വെരി ഗുഡ് കീപ്പർ. പക്ഷെ അവിടുന്ന് സെക്കൻഡിലേക്ക് കുറച്ചൊരു ഡ്രോപ്പ് അധികം ഉണ്ട്. സോ അത് പ്രോബബ്ലി എത്രത്തോളം ഷോട്ട്സ് ഫേസ് ചെയ്യും എന്നുള്ളത് ഒരു ചോദ്യമാണ്. ബട്ട് ഷോട്ട്സ് ഫേസ് ചെയ്താൽ ചിലപ്പം അവർക്ക് ഒരു അൺനെസസറി പ്രഷർ വരാൻ ചാൻസ് ഉണ്ട്. എക്സ്പെഷ്യലി നോർവേ പോലത്തെ ആ ഹാലൻഡിന് എങ്ങനെ കിട്ടിയാലും ഗോൾ അടിക്കും. അപ്പൊ അവിടെയൊക്കെ ആയിരിക്കും ഫ്രാൻസ് ഒന്ന് സെറ്റ് ആകുന്നതിന്റെ മുന്നേ തന്നെ ഹാലൻഡിന് 1-2 ചാൻസ് കിട്ടിയിട്ട് ഗോൾ അടിക്കാൻ പറ്റിയാൽ പിന്നെ ഒരു ആഡഡ് പ്രഷർ വരും. എംബപ്പെ അപ്പുറത്ത് ഗോൾ അടിക്കും എന്തായാലും. എത്രത്തോളം ഞാൻ എല്ലാന്ന് പറഞ്ഞാലും ദ ഗൈ നോസ് ഹൗ ടു സ്കോർ വേൾഡ് കപ്പ് ഗോൾസ്.
അത് പ്രൂവൺ പ്ലെയർ ആണ് ഇൻ ഓൾ ബിഗ് ഗെയിംസ്. പക്ഷെ ദർ ഈസ് എ ചാൻസ് ഫോർ ദാറ്റ്. ആ ഗോൾ കീപ്പറിന് ഇഷ്യൂ പറ്റ മാതിരിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചൊരു പണി കിട്ടും. യെസ്, എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ പറയാം. ഇതിനൊരു പ്രശ്നമുള്ളത്, ഇപ്പോ ഒരുപാട് ടാക്ടിക്സ് ഇതായിട്ട് പറയല്ല, എന്നാലും പറയാം, ഈ ഫ്രാൻസിന്റെ എതിരെ കളിക്കുന്ന ടീമുകള് ഈ ഡിഫെൻസീവായിട്ട് അങ്ങോട്ട് പോകുന്ന ടീമുകളൊക്കെ ആണെങ്കിൽ ഫ്രാൻസിന് ചിലപ്പോ ഈ 10 ഇപ്പൊ കഴിഞ്ഞ ഇതിൽ കണ്ടു നമ്മൾ ഫൈനലിൽ PSG വേഴ്സസ് ആർസനല് ഫുൾ എല്ലാവരും കയറ്റി നിർത്തി ഡിഫെൻഡ് ചെയ്യാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോ PSG വരെ ബുദ്ധിമുട്ടായി പോയി. അവരുടെ ഇത്രയും ക്വാളിറ്റി അറ്റാക്കേഴ്സ് ഇവരൊക്കെ ഉണ്ടായിട്ട്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ടീമുകൾ ഫ്രാൻസിന്റെ അടുത്ത് ചെയ്തു കഴിഞ്ഞാൽ, കാരണം ഫ്രാൻസ് അങ്ങനെ ചെയ്യണേ, ഡിഫെൻഡ് ചെയ്ത് കളിക്കുന്ന ഇതാണ്. അപ്പൊ ഇവർക്ക് ഈ എംബാപ്പയൊക്കെ അങ്ങനെ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് അങ്ങനെ റൺ ചെയ്ത് പോയി ഗോൾ അടിക്കാനൊക്കെയാണ്, അത് ബേസ് ചെയ്തിട്ടാണ് അവർ കളി തന്നെ. അപ്പൊ അതിനൊരു ഹിൻഡ്രൻസ് വന്നു കഴിഞ്ഞാൽ കുറച്ച് ചിലപ്പോൾ ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം മിഡ്ഫീൽഡാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞു കാൻഡെ ആയാലും റാബിയോട്ട് ഇവരായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിലേക്ക് വരിക. അപ്പോ അവര് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലെഗ്സ് ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ടാവും. മീൻസ് അത്രയും പ്രായമായതിന്റെ. അപ്പൊ ഡെസ്കാമ്പേഴ്സിന് ഒരു പ്രശ്നം, ഈ പ്രായമായിട്ടുള്ള ആൾക്കാരെ കൂടുതൽ ട്രസ്റ്റ് ചെയ്ത് അവരെ കളിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചൗമേനി കുഴപ്പമില്ല, കളിച്ചോളും. പക്ഷെ അപ്പുറത്ത് കളിക്കുന്ന റാബിയോട്ട് ആയാലും കാൻഡെ ആയാലും അവരാണ് ഇറങ്ങണമെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ട് വരുമായിരിക്കും. അതിന് പകരം കോണെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവര്, പക്ഷെ ഡെസ്കാമ്പേഴ്സ് അങ്ങനെ ചെയ്യില്ല, അത് അവരെ ബാധിക്കും. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞു റൈറ്റ് ബാക്ക് പൊസിഷൻ അവർക്കൊരു വീക്ക്നെസ് തന്നെയാണ് ഡെഫിനറ്റ്ലി. ഇതൊക്കെയാണ്. പിന്നെ ഈ വേറൊരു ഇതൊന്നും അല്ലാത്ത പ്രശ്നം ഈഗോയുടെ പ്രശ്നമാണ്. ഈഗോ എംബാപ്പെ എങ്ങനെ മാനേജ് ചെയ്യുന്നതാണ്. റയൽ മാഡ്രിഡിന്റെ ഇത്രയും ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ്, ക്വാളിറ്റിയുള്ള മാനേജറൊക്കെ അവിടെ വന്നിട്ട് ആ എംബാപ്പെ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് അതൊക്കെ തകർന്ന് തരിപ്പണായി കിടക്കുന്ന അവസ്ഥയാണ് റയൽ മാഡ്രിഡ്. ഇപ്പോ മോറിനിയോ മാത്രം വന്നാലേ അവിടെ രക്ഷയുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് അവരെത്തി. വേറെ ആരും അങ്ങോട്ട് പോകാൻ തയ്യാറാവാത്ത അവസ്ഥയാണെന്ന് തോന്നുന്നു പല മാനേജേഴ്സും. അപ്പൊ എംബാപ്പെ ഇങ്ങനെ ഡെസ്കാമ്പസിന് ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റിയ ആൾക്ക് വിജയമായിരിക്കും ടീമിന്. പക്ഷെ ഈഗോ എംബാപ്പെ എങ്ങനെ ഈ ഇതില് ആളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി മര്യാദയ്ക്ക് നിൽക്കുകയാണെങ്കിൽ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ അത് ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കും. അതാണ് വേറൊരു വീക്ക്നെസ്. ഈ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മ വന്നത് പഴയ ഫ്രാൻസിന്റെ ഒരു ടീം വന്നായിരുന്നു. നമ്മള് ഒരു ഇപ്രാവശ്യം കപ്പടിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് വേൾഡ് കപ്പ് തുടങ്ങിയല്ല അവിടെ ഇവിടെ അടിയും ട്രെയിനിങ് പിച്ചിലടി, അത് ഇത് പ്രശ്നങ്ങൾ മൊത്തം അങ്ങനെയൊക്കെ സംഭവിച്ചുകൂടാമില്ല. പക്ഷെ ഇപ്രാവശ്യം എംബപ്പേനെ വെല്ലാനുള്ള ഈഗോൾ ആരെങ്കിലും ഉണ്ടോ? സാധാരണ ഫ്രാൻസ് ടീമിൽ അത് ഉണ്ടാവാറുണ്ടല്ലോ, ഒരു രണ്ട് ചേരി തിരിഞ്ഞ് അടി ഉണ്ടാക്കാനുള്ള 2 സൂപ്പർ സ്റ്റാർസ് ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം അതുണ്ടോ? ഡെംബെലെ ആയാലും PSG-യുടെ ഇപ്പൊ അറ്റാക്കിംഗ് തേർഡിൽ കൂടുതലും PSG പ്ലേയേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ അവര് എംബാപ്പയിൽ നിന്ന് അവരുടെ PSG-യിൽ ഉണ്ടായിരുന്ന ഒരു പ്ലെയർ വരണ സംഭവം എക്സ്പെക്ട് ചെയ്തുകൊണ്ട് കളിച്ചു കഴിഞ്ഞ് അത് വന്നില്ല എന്ന് കാണുമ്പോ അവർക്ക് എന്താണ് അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ, പിച്ചിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വളരാൻ അധികം ഈഗോ ആണ് ശരിക്കും. ഐ തിങ്ക് ഡെഷാംസിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, കാരണം പണ്ട് എവരുടെ ഇഷ്യൂ ഒക്കെ വന്നപ്പോഴും പുള്ളി അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് വിൽ ബി എ പ്രോബ്ലം. ആൻഡ് ഐ തിങ്ക് എംബാപ്പെ അത്ര വലിയ പ്രശ്നക്കാരനാണ്. എംബാപ്പെ എൻഡ് ഓഫ് ദ ഡേ ക്വാളിറ്റി പ്ലെയർ ആണ്. സോ നമ്മൾ അങ്ങനെ ഒരു സംഭവം വെച്ചാല് അവിടെയും കോച്ചുമായിട്ട് അടി ഉണ്ടാക്കുമ്പോഴാണല്ലോ നമ്മൾ ഈ ഈഗോന്റെ ഇഷ്യൂലൊക്കെ കാണാറ്. അടി ഉണ്ടാക്കാൻ സാധ്യതല്ലോ. ഓക്കെ, ഹൂ വിൽ ഫ്രാൻസ് വിൽ വിൻ ദ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് കൈ പൊക്കിക്കേ. ഇല്ല. ഓ യെസ്, എന്റെ പ്രഡിക്ഷൻ ഫ്രാൻസ് ഈസി പ്രഡിക്ഷൻ ആണ്, കാരണം എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഫ്രാൻസ് ഹാസ് എ വെരി ഹൈ ചാൻസ് ഓഫ് വിന്നിംഗ് ദ വേൾഡ് കപ്പ്. എസ്പെഷ്യലി ആ PSG കോർ, ദേ ആർ നൗ സീരിയൽ വിന്നേഴ്സ്. അപ്പൊ ആ PSG കോറും ഡെഷാംസിന്റെ മാനേജ്മെന്റും എന്റെ ഈ വേൾഡ് കപ്പിന് ഒരു ഇത് ഫ്രാൻസ് ഈ വേൾഡ് കപ്പ് ജയിക്കാൻ ഏറ്റവും സാധ്യത. എന്തായാലും ഫൈനൽ എത്തുന്ന ഏകദേശം എല്ലാവർക്കും എഗ്രിയബിൾ ആണ്. ഐ തിങ്ക് ഇഫ് നത്തിങ് ഗോസ് റോങ്, ടെറിബിളി റോങ്, ഫ്രാൻസ് ഹാസ് എ വെരി ഹൈ ചാൻസ് വിൻ ദ വേൾഡ് കപ്പ്. ആൻഡ് എനിക്ക് തോന്നുന്നു നമ്മൾ എംബാപ്പയെ കുറിച്ചും ഡെംബെലെ കുറിച്ചും ഡുവേനെ കുറിച്ചും എല്ലാരെയും കുറിച്ചും പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഇൻ ദ പോയറ്റിക് ഇഫ് വേൾഡ് കപ്പ് ഗോൾ വിന്നിംഗ്
goal will be scored by Mateta or something. അത് ഒരു എന്താ പറയാ ഫീൽ ഗുഡ് സ്റ്റോറി. അതെ. സോ എനിത്തിങ് എൽസ് ടു ആഡ്? ഐ തിങ്ക് നമ്മൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ട്. സിറ്റി ഫാൻസിനെ ചെർക്കിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. ഐ എഗ്രി, ബട്ട് ഐ തിങ്ക് ചെർക്കി വിൽ ബി എന്താ പറയാ ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിരിക്കും. ചെർക്കി സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത കുറവാണ്. ഐ തിങ്ക് വിൽ ബി എ ഡുവേ റിപ്ലേസ്മെന്റ് ഓർ ഒലീസെ റിപ്ലേസ്മെന്റ്. ഇതില് എന്താ പറയാ ഈ അവസാനത്തെ UCL ഫൈനലല്ലേ ആർസണലിന്റെ കൂടെ കളിച്ചത്, അത് ആക്ച്വലി അവർക്കൊരു മൊമെന്റം ഉണ്ടാക്കാനുള്ള വലിയൊരു ഫോഴ്സ് ആണ്. കാരണം അവർ ഇന്നവർ ഇങ്ങനത്തെ ഒരു ഡിഫൻസീവ് ഷേപ്പിനെ കണ്ടിട്ടുണ്ടാവില്ല ആസ് ഇൻ PSG അറ്റാക്കിംഗ് ആൻഡ് ഒരു മിഡ്ഫീൽഡ്. സോ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വേൾഡ് കപ്പിന് മുന്നേ വരുന്നത് അവർക്ക് നല്ലോണം ഗുണം ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ളത്. എവ്രിബഡി നോസ് നൗ, എവ്രിബഡി 4 അറ്റാക്കിംഗ് പ്ലേയേഴ്സും 3 അറ്റാക്കിംഗ് പ്ലേയേഴ്സും ഒരു മിഡ്ഫീൽഡറും ദേ നോ ബസ് പാർക്ക് ചെയ്താൽ എന്ത് ചെയ്യണം, അനുഭവിച്ചറിഞ്ഞതാണ്. എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരും. ഈ ബസ് ഞാൻ കാണിച്ചു ഇത് ഇങ്ങനെ, ഇത് ഇപ്പുറത്തൂടെ പോകണം എന്നുള്ളത്. സോ ആ ഒരു എക്സ്പീരിയൻസ് എല്ലാവരും ഈ കളിച്ച അതില് ഒരു കപ്പ് അടിക്കാത്തത് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലീഗ്സ് അടിക്കാത്തത് അധികാരമില്ല. ദാറ്റ് ഗിവ്സ് ദം ദ എന്താ പറയാ ഈ ഒരു ക്ലച്ച് അല്ലെങ്കിൽ ക്രഞ്ച് ഗെയിംസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇത് ജയിക്കാൻ പറ്റും എന്നുള്ളൊരു ബിലീഫ് ഉള്ള ഒരു സ്ക്വാഡാണ്. ജസ്റ്റ് ഒരു കാര്യം നമ്മൾ കഴിഞ്ഞതിൽ വിട്ടുപോയതാ, ഈ സ്ക്വാഡിൽ എത്താൻ ചാൻസ് ഉണ്ടായിട്ട് വരാത്ത 2 പ്ലേയേഴ്സ്. ഒന്ന് കാമാവിംഗ, റയലിന് അധികം കുറെ കളിയൊക്കെ മിസ്സൊക്കെ ആയി, അത് കാരണം മിസ്സായി. പിന്നെ ഗ്രീസ്മാൻ ഞാൻ ഡെസ് ക്യാമ്പസിന്റെ ഒരു പ്രത്യേക ഇഷ്ടമാണ് പ്രായമായിട്ടുള്ള പ്ലേയേഴ്സ്. അതെങ്ങനെ ഗ്രീസ്മാൻ മിസ്സായി എന്നുള്ളതാണ് ഭയങ്കര അത്ഭുതമായി പോയി, ഗ്രീസ്മാനെ സ്ക്വാഡിൽ സെലക്ട് ചെയ്യാതെ. പിന്നെ ഷെവലിയർ ഗോൾ കീപ്പർ PSG വേണ്ടി തന്നെ ആള് ബെഞ്ചിലായി പോയി, ഇല്ലെങ്കിൽ ആളും ഒരു ചാൻസ് ഉണ്ടായിരുന്നതാണ്. അല്ല, ഗ്രീസ്മാനെ നമുക്ക് പറയുന്നില്ല, കാരണം ഗ്രീസ്മാൻ പകരം തിരഞ്ഞെടുത്തവരും അത്രത്തോളം ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ആണ്. അപ്പൊ ഒരിക്കലും ഗ്രീസ്മാൻ തടഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് ഹി കുഡ് ഹാവ് ബീൻ പിക്ഡ്. നമ്മള് പക്ഷെ ഇന്നലത്തെ ഒരു ഡിസ്കഷനിൽ പല എന്താ പറയാ ഒരു മെയിൻ ഫോക്കസ് ആരൊക്കെ മിസ് ഔട്ട് ആയി എന്നുള്ളത്. ഫ്രാൻസിന്റെ കേസ് അത് ഡിസ്കസ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? മിസ് ഔട്ട് ആയി എന്ന് പറയുന്ന പേരുകളിലാട്ടി വലുതാണ് മിസ് എടുത്ത പ്ലേയേഴ്സ്. അൺഡിസേർവ്ഡ് എന്ന് പറയാൻ ആരുമില്ലല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് 2 പ്ലെയർ, ഞാനും ഓബനും പറയുന്നത് ഫ്രാൻസ് വേൾഡ് കപ്പ് ജയിക്കുന്നതാണ്. സ്വരൂപ് സ്പെയിൻ ഫാനാണ്, സ്വരൂപിന്റെ പുറകിൽ കാണാം. അപ്പൊ സ്വരൂപിന് ഒരിക്കലും ഫ്രാൻസ് ജയിക്കുന്ന പറയാൻ പറ്റില്ല. പക്ഷെ ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ എന്ന മാച്ച് ഉണ്ടെങ്കിൽ ഈ വേൾഡ് കപ്പിന് അത് നല്ല രസമുള്ള മാച്ച് ആയിരിക്കും. 2 കോൺട്രാസ്റ്റിംഗ് സ്റ്റൈൽസും പൊസഷൻ ഫുട്ബോളും എന്താ പറയാ കോമ്പാക്ട് ആൻഡ് കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോളും വെച്ചുള്ള ഒരു ഇതുണ്ടാവും. സുദീപിന്റെ ടീം ഇറ്റലിയാണ്, അതുകൊണ്ട് സുദീപ് ഒന്നും മിണ്ടുന്നില്ല അതിനെ കുറിച്ച്. അതുകൊണ്ട് സുദീപിന്റെ ഫേവറേറ്റ് ആരാ ശരിക്കും? ഇതുവരെ നമ്മൾ പറഞ്ഞ ടീംസിൽ സുദീപിന്റെ ചോയ്സ് ഉണ്ടോ? ഇല്ല, ഞാൻ ഇത്തവണ സപ്പോർട്ട് ചെയ്യുന്നത് 1 ഇക്വഡോർ, 2 ജപ്പാൻ. മനസ്സിലായില്ല? ശരി. അപ്പൊ ആ ഒരു നോട്ടിൽ നമ്മൾ റാപ്പ് ചെയ്യുന്ന നാളെ മറ്റൊരു ഫേവറേറ്റ് ആയിട്ട് നമ്മൾ വരും.